എടോ 38 വയസ്സിനിടയില് 56ാമത്തെ പെണ്ണുകാണല ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നോ പണി? ഒന്ന് പോടോടുന്നു. ജാതകം ഒത്തു വന്ന 56ാമത്തെ പെണ്ണിനാ എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല് കിടക്കുന്നത് കന്നഡ കള്ളിയിലാണെന്ന്. വാരിയല്ലോ? വാരിയല്ലെന്ന് പറയാൻ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിൽ മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. തന്റെ കരുനാക്കോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ വെളിവാ, തീ തീ. അയ്യോ, നോ തീ നോ ഫയർലു. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, നിനക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്? ഈ വേഷത്തിൽ ഞാനെങ്ങനെ ജലവട്ടത്തിലേക്ക് ನೀವು ಸ್ನಾನ ಮಾಡಿಬಿಟ್ಟು ಬೇರೆ ಬಸ್ಸಲ್ಲಿ ಬಂದ್ಕೊಳ್ರಿ. ചേട്ടാ, ഞാൻ പങ്കജദ്രോഹി, നിനക്ക് ഒരിക്കലും പോട്ടെ. ചേട്ടനെ കൂടി ಬೇಗ ಬೇಗ ಬನ್ನಿ ಬನ್ನಿ ಬೇಗ. സുബൈക്ക് തന്നെ ഇത് ആരാണപ്പാ? ഇനിയിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ? ചേച്ചിയോട് വന്നിട്ടുള്ളതല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ? കൊല്ലം എത്രയായി? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ ലു. അതേ ലുലു, ഇല്ലിലു, ഒന്തലു, ഒരലു, ഒരലല്ല, രണ്ടലു, ടീച്ചർമാരിലു താമസിക്കലു. എന്തൂട്ടി പറയണേ? ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ, മലയാളി. പടച്ചോനെ കൊഴപ്പായ? അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലം ഏതാ ഈ ദുനിയാവില്? അല്ല, ഇങ്ങക്ക് ഇപ്പൊ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ, 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗം എന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലിസെന്നും പേരുള്ള റിട്ടയർഡായ 2 ടീച്ചർമാര് താമസിക്കുന്ന. ഓ, അങ്ങനെ പറ. ഞമ്മടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ ഇവിടുന്ന് കിഴക്കോട്ടൊരു പർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങള് പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരമുണ്ടോ? ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അബരിക്കടെ വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോലുള്ളൂ. അതും വല്ലപ്പോഴാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടെന്നാക്കും. രാജയ്യ ഇവരുന്നു ನನಗೆ ಟೀಚರ್ ಮನೆ ಇದ್ದದಲ್ಲ ಅಲ್ಲಿ ಬಿಟ್ಟು ಬಿಡು. ಹೋಗದರೆ ಸೊನ್ನಾಗಿಲ್ಲ, 15 രൂപ കൊടുಬೇಕು. എന്താണ് ബൈ? മോശാണ്. 15 ഉറുപ്പ്യ വേണമെന്നാ പറയണേ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവരിന് കൊടുവാ. നീ മുതൽ ഹോകുവാ. ബന്നി. പന്നിയാ? ആരാടാ പന്നി? ഏയ്, ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല, ഡാൻസും പറഞ്ഞ് പോവേണ? ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മടെ കട പിടിച്ചിണ്ടാവില്ലല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ശേഷം. ഇനി എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളം പ്രാക്ടിക്കലാ. ആഹാ, കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെന്നെങ്കിലും ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷെ? ഇതാണ് മാഷ്, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷെ? ഇവിടെ കള്ളന്മാരല്ലാതെ നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിന് മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തു. മനസ്സിലായോ? നല്ല പൂമണം. സാർ, ആ
അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല, ഈ നല്ലക്ഷണം നളിന ഞാൻ കാണുമ്പോ കള്ളൻ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിലിരുട്ട് കയറി, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? മൂപ്പരാണോ? ഏതോ വലത് കാര്യം. ഒരു കുമ്മായത്തിൽ വീണ പോയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, ആഹാ. മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. ഓ, യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC. തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ അതിന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ ആവാട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. ചേട്ടോ, എന്റെ കാശിതാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോൻ സാറിന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വരാ യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരൻ താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. തറക്കൽ കോവില എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഉവ്വ്. ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടണത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ആ, ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടി ഒന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ആവശ്യം മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ ശരി. ആ, അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം എന്തത്? ചുക്കൊള്ള. ഓ, ദാസേട്ടനും ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അരിമോദകവും ഇരട്ടിമതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദാവും കുയിൽനാദം. എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല.
പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസു, സരസ്, ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒഴുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടൊരിടത്ത്. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ആ ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16 പോവാ കുട്ടിത്ത വാങ്ങേ. അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരണം മനസ്സിലായി. ബാക്കിയുള്ളവരെന്തിനാണ് ഈ മുതലക്കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ളുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നും. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ. എന്നെ അവിടെ പോയേ, ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ, അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ല ചേച്ചി? അല്ല ദേ, അങ്ങനെ പോവല്ലേ. നമുക്ക് 3 പേർ കൂടി എടുക്കാന്ന്. ഹോം നേഴ്സേ, സത്യത്തിൽ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ല, ഈ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇതെന്നെ മതി. കരയുടെ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ച. പാൻസ് അഴിക്കാനാ? അയ്യ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കരുത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ? എന്നാ എന്നാ
ഓമനേഴ്സേ ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തി പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടിയിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ച് തരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? ആ, എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. அந்த மரத்தை பாத்தியா? ആ മരോടുത്ത് അവന്റെ തലക്കിട്ടടിക്ക. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. நீ ஏறு. ഇല്ല, നീ കയറിക്കോ. நீ ஏறு. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. எனக்கு புத்தி இல்ல. நீ புத்தி வச்சு ஏறு. ஏறு. ஐடியா. ஆசானே, இந்த தலப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, നിന്റെ ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി. അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലുമാക്കി. കർത്താവ്, അതിന്റെ വായിന്ന് പോയതാണോ? அப்பா, குண்டியெல்லாம் போச்சு. ഉറങ്ങാണോ? അല്ല, കുളിക്ക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി. ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി.
നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമമാണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ നാണം. അതുകൊണ്ടാ വിട്ടുമിടുക്കൻ സുന്ദരനാ കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ കുട്ടിയെ കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല. കള്ളി ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുളിക്കുക. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാടമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോ? പോയി അച്ഛനെ കിടന്ന് ഉറങ്ങ. തുടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഇല്ല, ഉറങ്ങി ഉറങ്ങ. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? ആഹാ, എന്താണ് തുണിഞ്ചാരി? എവിടെ നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എന്നാ താനോ നോക്കണോ? ഒന്ന് നിന്നേ, അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു സാധുവിനെ arrest ചെയ്യാൻ എനിക്ക് പ്രമോഷൻ വേണ്ടടോ. ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോ തിരക്കാൻ? വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായനെ. ഇല്ലടാ അവിടെ. അയ്യോ, തെണ്ടി. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടില്ല. അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്നെ കുളിക്കരുതെന്ന് തോന്നിവാസം പറയുന്നു. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടില്ല. പെണ്ണുപിള്ള. ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് നോക്കി. പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ, എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ,
അവിടെ നിക്കടാ. മുഴക്കോലേ മുഴക്കോലേ. രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മോനെ ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് ആശാരിയടാ. വെറുതെ അല്ല അലൂമിനിയ കലത്തിന് ഏറുകൊണ്ട പോലെ ചളിങ്ങിരിക്കണേ. ഡാ, കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പടി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന് മുങ്ങാൻ? അതേടാ, ശരിയാ. ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ല കേട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ചാ പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്. ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം. എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയതമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ, അങ്ങനെ അടിക്കരുത്. കൊട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ. മാ പിടി. ആ കണക്ക് നിനക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് കണ്ടാമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു പൊട്ടൻ തെറി വിളിക്കും. ഏത് തമ്പുരാട്ടി ഏലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടി ഒന്നും അല്ല. അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്തന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ടോ? മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനെങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസി കയറിയ പള്ളിമണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ,
ഇരിക്കടാ അവിടെ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുക. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. ഉവ്വ, മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്നൊന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. അധികം പൊക്കിയ പന്തൽ ആകാശത്തെത്തും. എന്നാ ഒരു 2 ഇഞ്ച് താത്തിക്കോളൂ. അങ്ങോട്ട് 2 ഇഞ്ച് താത്തിക്കോളൂ. എനിക്കൊരു സംശയം. പന്തലിന് വലിപ്പം പോരെ നേരാ. രാധയുടെ നിശ്ചയത്തിന് നാട്ടുകാർ മുഴുവൻ വരുന്ന ഉറപ്പാ. പാതി വരെ വെയിൽത്തിരുന്ന് ശരിയല്ലല്ലോ. ഇതുപോലെ ഒന്നും കൂടി സംഘടിപ്പിച്ച വടക്കേ മുറ്റം കൂടി തണുപ്പിക്കാം. വടക്കേ മുറ്റം മാത്രമല്ല, നടവഴി വരെ നമ്മളാണ് തണുപ്പിക്കും. ഇതുപോലെ 2 കൂടി വരുന്നുണ്ട്. നല്ല നീ വേഗം ജീപ്പ് ഇറക്കി അതും കൂടി എടുത്തോണ്ട് വാ. ജീപ്പ് ഇറക്കാനൊന്നുമില്ല, ഇറക്കത്തിൽ നിർത്തിയിട്ടാ വന്നത്. ഒന്ന് തള്ളി തന്ന അപ്പ സ്റ്റാർട്ടാവും. ഞാൻ തള്ളിത്തരാടോ. ഒരു അധികാരി തള്ളി എന്താ ജീപ്പ് സ്റ്റാർട്ട് ആവില്ലേ? സ്റ്റാർട്ട് ആവും. എന്നെ അധികാരിപ്പടിയിൽ ഇറക്കുക. നിശ്ചയാമ്പടി ഞങ്ങൾ എത്തും. ചെക്കന്റെ ആൾക്കാരിങ്ങ് എത്തുന്നതിന് മുമ്പ് അധികാരി എത്തണം. എത്തും എന്നാ മാഷോടൊന്ന് പറഞ്ഞിട്ട് പോവാം. മാഷേ, മാഷ് രാവിലെ തന്നെ വീണ്ടും കിടന്നു. അച്ഛൻ കിടക്കല്ല, ഇരിക്കുക. അത് മനസ്സിലായി. ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയെന്നാ വിവരമുള്ളവര് പറയാ. ആരായി ഇരുന്നുറങ്ങണമെന്ന് അറിയോ ദിനകരന്? അധികാരിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതെന്റെ അച്ഛനല്ലേ, ഇനി അച്ഛനല്ല എന്ന് പറയാൻ പോവാ. ഏയ്, സത്യം പറഞ്ഞ അച്ഛൻ തന്നെയാ. എന്നാലും ഒരു അച്ഛാന്ന് വിളിച്ചാ പോരാ, കോടാനുകൂടി അച്ഛാന്ന് വിളിക്കണം. അത്രയും സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു അച്ഛനായത്. കുളി കഴിഞ്ഞ് ചന്ദ്രപ്പൊട്ടും തൊട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ നേരത്തെ യാത്ര പറഞ്ഞ മാഷെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. പോയിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. എന്താടാ, ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ? കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ? മൂക്കില് വിരല് വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല, ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈല്? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയാണ് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. തനിക്ക് വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ, മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ഇങ്ങനെ ഓടിവാ സാർ. ഇങ്ങനെ കേറില്ല. വട്ടോടിഞ്ഞു പോട്ടെ, വട്ടോടിഞ്ഞു പോട്ടെ. ആ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ കേറ്റ് കേറ്റ് കേറ്റ്. ആ തള്ളി കേറ്റ്. അയ്യോ വീണ്ടും ഉടക്കി. അയ്യോ പുറത്തേക്ക് എടുക്ക്. ആ ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. ആ നിലത്തെടുത്ത് നിലത്തെടുത്ത് ചവിട്ടി ഊരാം. വലി വലി. ഒരു ഐഡിയ ഉണ്ട്. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ ക്യാൻറ്റീനിൽ കോടാലുണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാൻമാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കുമ്പോഴാ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓലുമ പിടിക്കല്ലാരും ഒരു മാറിക്ക്.
നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ കൊടിയും കുത്തി? ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച സ്പീഡിൽ ചവിട്ടടാ, കാറ്റടിച്ചപ്പോ ഒരു സുഖം. സാർ കരയല്ലേ? കരയാതിരിക്കേ. ആസനത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തൂത്തി. അല്ല മാത്തൂട്ടി. ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കണേ. അതെല്ലാം പ്രാക്ടീസ്. യോഗാസനം അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ? എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. പേരെന്നാ ചോദിച്ചത്? സോളമൻ. ചോളമൻ പെരുമാളാ? അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പിത്തോട്ടം ഓറഞ്ചും. ആ, ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളും ഓടിപ്പോയി. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ഭയങ്കരமான ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവും? നല്ല സാപ്പാട് കിടക്കും. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞു കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ്. ഓ, അപ്പൊ ഞാനോ? നീയും കയറാം. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിക്കുന്നത്. താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ലെങ്കിണ്ടല്ലോ വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തോ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത്. ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന്.
ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം. ദൈവമേ, എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല. എന്റെ ഈശ്വര, എന്റെ സാറേ സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറോ? ദൈവമേ, ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നോക്ക്. ഒരു നമുക്കൊന്ന് തള്ളി നോക്കാം. ദാതാക്കോലെ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. അല്ല ഞാനിരിക്കാം, താറ് തള്ളു. അതാ സാർ സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി. ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രമോഷൻ. ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാലി പട്ടിക്കിട്ട് കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. പിന്നെ ഞാനൊന്ന് വെച്ചേക്കും. എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ലോ എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണമാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരുടെ പറമ്പിന്റെ വഴിയാണോ? നീ കൂടെ വന്നേ. വീട് നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. എടാ ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ചിങ്ങോട് വാടാ. പൊളിക്കത് വലിച്ചിങ്ങോട് ഊരടാ. വേണ്ട, മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരിക്കുറിപ്പിന് ഒരു മണ്ണും വെട്ടിപ്പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടയ്ക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറൊരു കളി കളിക്കണത്? അതേ കളി. അതെ. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണു തന്നു. ഞാൻ താണു തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കാലിലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരിക്കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. അച്ചോ ഇത് തന്നെ മുണ്ടൂരിന്ന് മാഷാണ് ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് കാണിക്കുന്നത് എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല നാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകേശൻ താനേ അവരുള്ള ഇരുക്കാറ് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുവന്നല്ലേ. അയ്യാ മുണ്ടൂരിന്ന് മാഷ് വന്നിരിക്കും. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார. ஆமா, நீங்க ഉണ്ണിയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെ ഉണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ
പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നട്ടെ. കൊഞ്ചം തള്ളുങ്ക സാർ, എന്തൊക്കെ കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മുണ്ട എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടതേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം ദൂരട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അയ്യോ അച്ഛാ, ദേ കണ്ടാ പച്ച കുത്തിയത്. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കണ്ട, ഒരു വീഡിയോ എത്തിക്കാൻ. കത്തിയുണ്ട്, കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ, ദൈവമേ, മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി. ആളാകെ മാറി. കയ്യത്തെ തമാശ. ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരനാ, കളിക്കൂട്ടുകാരനാ. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. அப்பா அப்பா ஐயப்பா, என்னடா அது? அந்த மாதிரி சோங் இருக்கு இல்லையா? ஐயோ, മൈൻഡി, അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കുളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോഴാ ഞാൻ വിചാരിച്ചത്. அப்ப என்னோட காரியம் எனக்கு உட்கார முடியாது.
சைக்கோட்ட முடியாது இதுக்கு முடியாது இதுக்கு முடியாது இதுக்கு அப்ப சமாசமம் இப்ப எனக்கு கிட்னி போச்சு உனக்கு குண்டி போச்சு போச்சன்னா ஒண்ணுமே இல்ல பாக்கணுமா ஒண்ணுமே இல்ல என்னடா இது இப்ப உன்னை பார்த்தா கதகளி நடன்மார அடிச்சுட்டே போயிடும் அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சார் ഈശോയെ പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും ഇവളിന്ന് ആരടി നീയോ കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കൂടെ കട്ടിവെക്കലടി പെരുങ്കള്ളി ഞാൻ കട്ടൊന്നല്ല ഇത് ബംഗ്ലാവിലേക്കാ അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കട്ടെ ദ്രോഹി എന്നെ പുറം പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല നിന്റെ പുറത്തെ പള്ളി പണി കൂടി ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയ ഇതിന്റെ ഏത് തോട്ടോ ഞാൻ കേറും. എന്റെ പാവയ്ക്ക എന്റെ പാവയ്ക്ക് പിടിച്ചാണോടി കളിക്കണേ എന്റെ പാവയ്ക്ക கொஞ்ச நேரம் ஞான பார்க்க கிளைமேக்ஸ் ஆச்சா இல்லல்ல ആക്രാന്ത കാണിക്കരുത് ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. അയ്യോ പടവണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേറട്ടാ, എനിക്ക് ബിസി. എടാ ഇത് ക്ലാസ് റൂം അല്ല ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയല്ലേ? അയ്യോ എന്റെ ശബരിമല മുരുക. അയ്യോ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ, സീരിയസ് ആണ്. ഓ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സർ. കുളിയും പൊലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് അയ്യോ കോർപ്പറേഷൻ യെസ് കക്കൂസൊക്കെ ക്ലീനായി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കുക. പ്രാക്ടീസ് മുടക്കരുത്. എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? എന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്കാ? എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്തു പറ്റി സാർ? കാറെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തിനെ പറയുള്ളൂ. 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ?
മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയ പറയരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളേച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യോ മാധവ, അത് എഴുതി തരുമൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തിറക്കണം. അതെന്റെ ഒരു മോഹം. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തിറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ എന്നാ ചാടിക്കോ. മോനെ, ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. ചാടിക്ക. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല, ആ 25 സെന്റ് 4 തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. അമ്മോ, കണ്ടോ ഇയാളാ തിരിയാത്ത പെരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തേൽ ഈ മകുടം. മരണം വരാതെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? ഇവിടെ ഇവിടെ പകുതിയുള്ളൂ. പെടലിന്റെ അച്ഛൻ. ഓക്കെ എന്നാ വിട്ട. 6000 ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? ഒരു 100 കൂടെ ഞാൻ തരാം. അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞാ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. എന്തുട്ടത് ഒറ്റ വലമേ കെട്ടിക്കണേ? പോടാ. അല്ല, ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ. ചെറിയ മൂലക്കുറിന്റെ അസ്കിത ഉണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളേച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടം ഇറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളേച്ച. ഇങ്ങോട്ട് വാടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളേച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക്. അതെ, 5600 മുറിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ?
ഈ പിള്ളേച്ചന് എന്ത് പറ്റി? തോട്ടത്തിന് പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവന മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായി പറഞ്ഞ വെറുതെ കൊടുക്കണം. മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണേവാ. എന്താ എന്താ പ്രശ്നം? അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും. കാണാൻ വരുന്ന വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. ആ, അതാണ്. പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്. വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ടൊന്ന്. എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്. ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്താടി? എന്താ ആരങ്കരയ്ക്ക് കൊടുത്തു നീ? ഇതൊക്കെ വട്ടു പിടിച്ചോ നിനക്ക്? രാധേ, എടി ഡീ, കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാവണ പോലെ പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനോട് സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ, നീ അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ, നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, ശശിയേ, ശശി, എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവിടെ ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ലെന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം.
നീ പോയിക്കളോ. എന്താ പിണങ്ങി പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. എവിടുന്ന് ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. എന്താ ചെറിയമ്മി മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരൻ രാധയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ. എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16-ന് അവന്റെയും കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷ് എന്താ ഈ നേരത്തെ ഇടത്തിടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ എന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ, ഞാൻ ഇടിക്കാം. എണ്ണി നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഓ ഈ ചെക്കറ്റ് കൊണ്ടാ. ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്താ. പ്രാന്തല്ലടാ പ്രാന്ത. എന്നെ ഇന്ന് താൻ കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ, 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 അതിരെ അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കോ. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാണ്, നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. ഒന്ന് അച്ഛൻകുട്ടീനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ? ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് നോക്കാൻ പറ്റില്ല. മോളെ, മര്യാദ കേട് കാട്ടാൻ മടിയുള്ളോണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്ഛൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞോളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ. കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളു. See you. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. അളിയാ വണക്കം. കിതക്കുന്നോ?
അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയ ദുബായിന്ന് നീ നിന്റെ ബോഡി അപ്പൊ കൊണ്ടുവന്നു. സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്തെ? അളിയ എന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത ഡിസ്റ്റിലറിയിലെ നേരത്തെയാണ് സംസാരിക്കുക. അതിനെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതിനല്ലേ സാറിന് വെച്ചിട്ട്? എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോൺ കൂടി സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. What nonsense this is. സംസാരിക്കേ. ഹലോ മേത്ത, ഗുഡ് മോർണിംഗ്. ടെൽ മീ. ഹലോ മേത്ത, കൃഷ്ണകുമാർ ഹിയർ. അളിയ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിത്തിരി പണി കൂടുന്ന തോന്നണേ. പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ, അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആവുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആളിയ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. കൂടെ പാതി നിറച്ചാ പോരാ, നന്നായിട്ട് നിറയ്ക്കണം. നന്നായി കൂട നിറക്കു. ನನ್ನ ಕೂಡ ನಿದ್ರೆ ಬೇಕು. അതെത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, ഈ നന്നെ കൂടെ നിദ്ര ಬೇಕು. അയ്യോ വേണ്ട സാറേ, കൊച്ചമാരറിഞ്ഞ വളരെ മോശമല്ലേ? അല്ല എന്റെ അർത്ഥം. വേണ്ട ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. പോ സാറേ. പറയില്ല. എല്ലാവരും നന്നെ കൂടെ നിദ്ര ಬೇಕು. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ. വാനും കോട്ടും കേട്ട് നടക്കണേ. എന്തോലെ വെച്ച് കിട്ടി? നമ്മള് പതിവായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ ഉണ്ട്. എവിടെ? കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല ഇപ്പൊ ആര് കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായിലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചോണ്ടല്ലോ. മനസ്സിലായ? ഇതെന്താ പേപ്പർ? തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്താ ഞാൻ കണ്ടതാ. കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചാൽ ഇപ്പൊ പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. കേറി പോ നോക്ക്. അല്ല ഇതെന്താ? ചെവി. ഇതാ മാതാവ്, 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറന്നു വന്നിരുന്നായിരിക്കും. പറഞ്ഞു വന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ല. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. പിന്നെ ഇത് വെച്ചോ. ഫുള്ളാ? ഇന്നെ കൂടാ നിദ്ര ಬೇಕು. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെ അങ്ങനെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി, മാറിക്കണോ. കാശ് തന്നെ വളക്കാൻ നോക്കണേ. എന്നെ കിട്ടൂല. വണ്ടി വിട്ടോടാ. കുഴപ്പമാണ്. അല്ല നിങ്ങള് ഈ നന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ಬೇಕು. ഒത്തിരി ഉള്ളവരായിട്ട് ഓടിക്കുന്ന എന്നെ വെറുതെ ഓടിക്കരുത്. കേട്ടിരുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. പർമ്മത്തേക്ക് കയ്യറോ. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായി പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. അതേടോ രാഷ്ട്രീയം.
മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്ക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോട് അയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിന് ഇവിടെ മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണ്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പൽഗുണൻ അയാളെ സമ്മതിച്ചു. അത് വേണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചുവോ? അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ, ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള, മിസ്റ്റർ ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രംപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയി ഒന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്കാം. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വകയ്ക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരാട്ടെ എന്താ നായർ? എന്തു പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ വരണേ? അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാളൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ദേ,
ഇവള് അവളെ എടിയെന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ട് നിർത്തണം. കൊച്ചമ്പ്രാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പോതി. കൊച്ചമ്പ്രാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലയ്ക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ദാ, ഇത് കണ്ടോ അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം? അയ്യോ ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പിടപടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചൂരിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ട് ഇങ്ങോട്ട് വാ. മോന്തിട്ട് ഷേപ്പ് മാറ്റും. മിണ്ടായിരിക്കടി. അപ്പൊ അയാൾ പറയണതോ? പപ്പേച്ചിയുടെ മുമ്പിൽ ചിത്രമൊക്കെ പറഞ്ഞിട്ടോ എന്താ അയാളോട് പറയാത്തെ? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടി. വെള്ളം കുടിക്കാൻ. എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന്. കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ചിലരുടെ കണ്ടി വെളിച്ചു താവും. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ ഇടുന്നതും കാറ്റുടുപ്പല്ലേ? ചെറിയച്ഛൻ പേര് ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ള ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് അഴിഞ്ഞ് തറ കിടക്കപ്പേ ഉണ്ടാവുള്ളൂ. അച്ഛൻ വാ. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. ആയി. നീ എന്തിനാടാ ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയെങ്കിലും വാശി കയറി അയാൾ ആ കള്ളനെ കയറി പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ല അച്ഛാ. ഇവളുടെ കല്യാണം നടത്തണ്ടേ? അച്ഛൻ വേഗം ബോധം കെട്ട് വീണു. എനിക്ക് വീഴാൻ ബോധം തന്നെ ഇല്ല. അയ്യോ, ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. തെണ്ടി ഞൊണ്ടി. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോയില്ല. ഇവിടെ തന്നെ കാണും. പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, 2 അമ്മമാരും കൂടി. ഓഹോ, 2 ആൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ, എനിക്ക് മതി. ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസി കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ 1 ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങുന്നേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് ബോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത്
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെ അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, മരുമോന് എവിടെയോ ഒരക്ഷര പെശക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ ബസ്സിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരവും ബസ്സിൽ കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണേ. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 500 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച്? ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പെറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അത് അച്ഛൻ പറഞ്ഞോ? പണിക്കരട്ട് ചെന്ന വാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട, ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് ഈ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാകെ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടിൽ പോവാൻ വയ്യേ. എന്ത് സ്റ്റാർട്ടാവത്തോ? എന്ത് കണ്ടാറോ ഇത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകങ്ങളുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യാക്കോച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ, ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്നാ കേൾവി.
അവനിന്ന് വരൂന്ന് ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് ഉറപ്പാ. ആ ദേ അത് മുറുക്കി കെട്ടണേ. മോളെ ഗോട്ടി. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ. പിള്ളേച്ച ശവത്തെ കുത്തരുത്. ആ ബീഡികളാ അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. നിന്റെ മോൻ തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ച് വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ. അമ്മച്ചി. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായർ എങ്ങാൻ ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ, ആ ജീവനാന്തം വിലക്കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനെ അനുവദിക്കില്ല. ഏ മാധവൻ നായർ എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ 2 മുള വെച്ചിരിക്കുന്നത്? മോളയല്ലടോ, ഈർക്കില കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുയില്ലാതെ കിടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ 2 ഈർക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ, തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്കേ. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ് ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചു തന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ ഒച്ച വെക്കല്ലേ. എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. ഒന്നിങ്ങോട്ട് വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. കണ്ണിന്നാ കുന്തെടുത്ത് കള. വേണ്ടി വെള്ളത്തിൽ കലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നല്ല കനല്. എവിടെ പോണ് മുട്ടിലിറങ്ങി? ആരാണെന്നാ ഒരു പേ പിടിച്ച. എന്തിനാടോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ? കറണ്ട് പോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? നടു അയ്യോ, എന്ത് പറ്റി പിള്ളേച്ച? ഉള്ളാണി പാപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിലായടോ. കാലിന്റെ അടിഭാഗം പൊള്ളിന്ന്. വന്നു പുറത്തിറങ്ങാണെങ്കിൽ വിടരുതവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താനിങ്ങോട്ട് പോന്നു. ഞാൻ അടുക്കള വരെ പോണ എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിട്ട് വരാം. പോത്തത് എവിടെ പോയി കിടക്കുക? എടാ മാധവ, ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് പറയുന്നത് പറഞ്ഞോണ്ടാ ഞാൻ പീസൂരി തന്നത്.
ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ പകരടാ. നീ പറയുമ്പോ കുത്താനൂര് ഞാനാണ് നിന്റെ അപ്പനാ. എടാ മാധവ, ഞാൻ പീസ് കുത്താൻ പോകുന്നു. അവസാനം പിള്ളേച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് കാണും വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യനെ കണ്ടില്ലേ? ചെന്തു വണ്ടിയാ. അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ടോ? ഓടി. പോടാ. എടാ, മരപ്പെട്ടി, എന്താ രസം കാണാൻ. എവിടെ? അതെ. എന്തൊരു വെച്ചാ കാലിന്? ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി. സാരമില്ല. നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്. മീശയുടെ തൂക്കം ഒന്ന് കാണാൻ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഉണ്ടായത്? ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേച്ചനെ അതറിഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. ചെവി കിട്ടുതാ. വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട മോളെ, അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പോ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബീജലി കൊൺബലവത്തന കാപ്പലുമയത്തും തോം തോം തോം. കടിച്ചു തിന്നട്ടെ. എന്താ സാർ? അനക്കമില്ല, ലൈൻ കട്ടായി എന്നാ തോന്നണേ. കട്ടാവാണ് സാർ, കോഡ് മാറ്റി ഒന്ന് കറക്കി. ലൈൻ കിട്ടി കൊച്ചുഷ, ലൈൻ കിട്ടി. എന്റെ പൊന്ന് സാറേ, ഞാനും അളിയനും തമ്മിൽ ഒരു കച്ചവടം ഇല്ലേ? പിന്നെന്തിനാ ചത്ത പോലെ നിന്നേ? ഇടി കിട്ടിയ സോം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പെട്ടിനകത്തായിരുന്നു. സത്യം പറഞ്ഞോ? ദാ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടി കൊടുത്ത് മേടിച്ചത്. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ, അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക. ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ? അതും പഴയ നല്ല നല്ല വിളവെടുപ്പുള്ള ചരക്കുകൾ. ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ് സ്ട്രെയിനാ? തളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരേ. വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്റ്റൈലൻ ഇടി. അളിയൻ അന്ന് കിട്ടിയ ഇടിയും ഇപ്പോ കേൾക്കുന്ന നിലവിളിയും തമ്മിൽ പറയത്തക്ക എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കൊണ്ടേ പറയണം. ചെറിയച്ചനോട് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. ഒരു വ്യത്യാസമില്ല, അതേ ഇടി അതേ നിലവിളി. കരയുന്നത് ഞാനല്ലാത്തത് കൊണ്ട് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം തോന്നും. അത് സാരമില്ല. ഈ ഇടി ഇപ്പം നിൽക്കും. തുമ്പശ്ശേരി കുറിപ്പ് തിരുവനന്തപുരത്തേക്ക് എസ് ടി ഡി വിളിക്കാൻ പോയിരിക്കാം. ഇടിയുടെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ ലൈൻ കിട്ടി വരുമ്പോഴേക്കും ചന്ദ്രക്കുറിപ്പ് ഏതാണ്ട് എസ് ടി ഡി ആവും. അവൻ എസ് ടി ഡി ആയി. മോനെ ശശിയേ, കള്ളപ്പണി പഠിക്കല്ലേ. പുളിക്ക് മൂർച്ച കൂടല്ല മാവ. കണ്ണും മനസ്സും ഉളിത്തലൊക്കെ വേണം. നമ്മുടെ രാഘവനെ കണ്ടു പഠിക്കല്ലേ. നീ നാണുവാശര മോനാ, ആ പേര് കളയരുത്. അത് നമ്മക്കിട്ട് ഒരു ആപ്പടിച്ചാണല്ലോ. എടാ, ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടേ കൊരങ്ങ. ദിവാരം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞ അവനെ ചുണ്ടി കയറ്റരുത് കേട്ടോ.
ചെറ്റയോട് എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ആര്? ഇവളുടെ തന്ത. ഏയ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നെ വിളിക്കൊന്നും വേണ്ട, ഇത്തവണ ഞാൻ കൊടുക്കുവാ നായിക്ക്. നീ വെറുതെ കാളെ പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട. അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു, പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു. അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ലേഡി പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കിയല്ലേ, പോകായിരുന്നില്ലേടി? എന്താടി മിണ്ടാതെ? ഞാനെന്ത് മിണ്ടാനാ? ഇനി മുതൽ 1-ാം തീയതി വന്ന കാശും കൊടുക്കേണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ ചേറ്റ. ശിവാരു, പട്ടിയുടെ വാല് കുഴലിലിട്ടാ നീ വരുവോ? താൻ ആദ്യം തന്റെ വാല് കുഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര്. എന്തൊരു സാധനം, കാട്ടുപോത്തിന്റെ ചമ്മോ? പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല, ഫോൺ ചെയ്യാൻ പോയിരിക്കാ ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ടൻ, അയാളെ രാധെ കെട്ടാൻ പോണതല്ലേ. എന്നാര് പറഞ്ഞു? എന്റെ അമ്മായിയുടെ മോനാ. അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്. മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്ക് അയാൾ ഇഷ്ടല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എങ്കിൽ മനസ്സിലാക്കണ്ട. എനിക്ക് യോഗമില്ലെന്ന് സമാധാനിച്ചോളാം. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ചേച്ചി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട്. അതിന് രാധയെ വിളിക്കണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കണില്ല. പിന്നൊരിക്കൽ. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ബാ 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 ബാ. മ്യാവ് 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 മ്യാവ്. പൂച്ച പേടിച്ചു. ആരാ? എന്നാടാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. വേണ്ട വേണ്ട, നീ അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട, പറഞ്ഞതല്ലേ പറഞ്ഞത് മോളെ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഞാൻ കത്തി 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 വിട്. വേണ്ട വേണ്ട, വിട് മോളെ, പറഞ്ഞതൊന്നും കേട്ട. അവനൊരാണല്ലേ, നീ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എനിക്കറിയാം. വിടുന്നേ അമ്മമാരെ, രണ്ടമ്മമാരെ. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിയടത്താ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. السلام عليكم. مسيو بوش. ايش لادن؟ ما في حالاتي خمرة كالبتي خنت مراتي كتير ماتي. يفعل فما يفعل بيرد سيد سندر يلفت كلافي إنديان إيرلاينز فلايت أريجن جاند برشلونة. أغمر بيدمك شكل الصغرى يلي كل خمرة. أغمر بيدمك مقالو أنا ملو يلامت باو. أفغانستان طالبان على كل تصور بقول كتاد تورا برا هيلس نرد بورا.
Mafia for my chef, you ever did give up the bomb, but I've got the upper the pine with it. Mafia lati mushalati, member Bushkalati, my was for 2 hours of the Babadu Rata. And like speaking of the human paper, what will be my Mafia Bush. O Tarabijal de Conbalvatana, couple Mayeto. Oh Lord, this lad doesn't know what he's doing. Don't forgive him. Mafia kata fame, Mafia 3, Mafia 3. വെടിവെക്കരുത്. ബുഷ്, വീട് ബുഷ്, ബുഷ്. കണ്ണു തുറക്കല്ലേ? അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ? പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ആരത്? നേരെ പോന്നീ പെങ്ങയാ? ഇങ്ങോട്ട് ഇടത്തോട്ട്. ആ ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്ത ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ. മാധവു സുഗുണനോ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ? കാശൊന്നുമില്ലേ? അമ്മേ, അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാര പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പരം നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചന്തി, 1 2 3 4 5 എന്റെ 5 വർഷം അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നടേ? അതെ സാർ, അമ്മയിന്റെ ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കൊല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലിയും വാങ്ങി വെറുതെ പല്ലിന്റെ ഇട കുത്തി ഇരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞ? എന്നോട് തർക്കിക്കുന്നോ? ഓ, ഇവനാര്? അർണോൾഡ് ശ്വാസ്നികർ. സാറേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയ കാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാത്? ഒരു അർജുൻ. അവനാര്? പാണ്ഡവന? അതാ ഒരു കാര്യം, ഞാൻ കൊണ്ട് മാറിയെന്ന് 3 പ്രാവശ്യം ഒരു പേര് ഉറക്ക വിളിക്കേ. വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാറ് അർജുൻ, അർജുൻ, അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? അയ്യോ, ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ,
എന്താ ചൂങ്കുടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുക അവര്. ഈശ്വര, ആ പ്ലാന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല വലിയ ചെലവാ. ലീലക്കെമ്മിൻസ്കിയായാലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങൻ അടിവെറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി ഈ പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നല്ലോ എച്ചിക്കാട്ടച്ചുതാ. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത്. അതൊരു കൂട്ടുകൃഷിയായിരുന്നില്ല. തപ്പി എടുക്കണോ എവിടെന്ന് വെച്ചാ? ബാംഗ്ലൂര് മൈസൂർ എവിടെ വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ വെച്ച് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ വീണു വീഴണം. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? ഓ പൊക്ക, പൊക്കിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നളിനാക്ഷനെയും കാണാനില്ല. എന്ത് പറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായെന്നാ കേട്ടത്. നിങ്ങളൊക്കെ വിചാരിച്ചു കാണും ഞാനിത് വായിച്ചു എന്ന്. വായിച്ചില്ല. മനഃപൂർവ്വമല്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. എന്നിട്ടും കാര്യമായി നോക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇതുപോലെ കൈ കിട്ടാൻ വേണ്ടിയാ ഞാൻ എന്റെ മോളെ 10-15 കൊല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പോക്കൃത്തരമല്ലേ സുന്ദരേശ? ഞാൻ രാധാമണിയുടെ ഭർത്താവാണ്. അവളെ ജോലിക്കൂടെ എനിക്ക് സമ്മതമല്ല. സമ്മതിക്കണം. എടാ കൊച്ചനെ, പഠിക്കാൻ വിട്ട സമയത്ത് നീയൊക്കെ കണ്ടവന്റെ തേങ്ങ പിരിച്ചു. മാങ്ങ അതെ, മാങ്ങ എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടന്നു. എന്റെ മോള് പഠിച്ചു, അവക്ക് ജോലിയും കിട്ടി. അതിലെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. രാധാമണി ജോലിക്ക് പോണമെന്നാ എന്റെ അഭിപ്രായം. ഇത്രയും ദൂരെ ആയതുകൊണ്ടാ അവൻ പറ്റില്ല എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ട്രാൻസ്ഫർ വാങ്ങാന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിലെ പോസ്റ്റിങ്ങിന് ട്രാൻസ്ഫറും ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സുന്ദരേശനെ പോലെയാണോ? 10 അക്ഷരം പഠിച്ചോളേ. 4 കാശ് ഉണ്ടാക്കട്ടെ. വേണ്ട, എനിക്ക് ആ കാശ് വേണ്ട. ചെലവിന് തരാൻ വേണ്ടിട്ടല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചത്. എനിക്ക് വെച്ചു വിളമ്പി തരാനും എന്റെ കുട്ടികളെ നോക്കാനുമാ. കുട്ടികളെ നീ അനാഥാലയത്തിലാക്ക്. പിന്നെ വെച്ചു വിളമ്പി തരാൻ നെടുങ്കണ്ടൂർ പിഷാരടി വിളിച്ചാൽ മതി. അസല് പാചകം. അത് നിങ്ങളുടെ 16 തരത്തിൽ വിളിച്ചാൽ സുന്ദര, അച്ഛൻ പറയുന്നേക്ക് മോളെ. ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോ വേണേലും ചത്തുപോകുന്ന ഒരു സാധനമാ. അതുകൊണ്ട് കിട്ടിയ ജോലി നീ കളയരുത്. മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. എഴുന്നേക്ക്. ഇനി ഇവിടെ മുഴുവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഇതാവേ ഈ പാനപാത്ര എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞോടാ സാറല്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതാരാ ചന്ദ്രനീന്ന്? എന്റെ അമ്മൂമ്മയുടെ നായര്. കുഞ്ഞവറ സാറ്. അല്ല, സാറെന്ത് ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ എണ്ണം മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജനവാരം കഴിച്ചിട്ട്. അതെ, സാറിന്റെ പെട്ടിയോട്ടോയിൽ വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും. ഇതാകുമ്പോ കവച്ചെന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ, ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ച് രക്ഷയായി. എന്നതായാലും നല്ല എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിക്ക് എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേവരുടെ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഇതാരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ. എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം. ലോങ് ലീവ് ഇട്ടു വന്ന് നോക്കാൻ. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനടോ. മുട്ടി തൃശ്ശൂർ പൂര. എന്റെ വ്യാകുല മാതാവ്. എന്താ ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ? അവനാ ഓടിക്കളത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. ചേർത്തി അതോടെ വെച്ച് ചേർത്തി എടുത്തോണ്ട് പോ. എടി ഒമ്നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം? അതെ, അവന്റെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ശവോ? ഇത് ചിക്കൻ കറി അല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ.
അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടിയൊന്നും നിന്റെ ശവം തിന്നു ഞാൻ ഈദിയ മീനാണ്. ഭർത്താവേ എന്നെ തിന്നല്ലേ. ചേർത്തോടെ ചേർത്തെടുത്തോണ്ട് പോവാൻ വെക്കാനോ പറഞ്ഞു. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്ത് വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ കള്ള? ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ എന്തിനാ ഇതുവഴി വന്ന്? തോട്ടത്തിലേക്ക് ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട്. നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും. ഇതിലെ ആകുമ്പോ ആൾ സഞ്ചാരം കുറവാ. അവർ വരുന്നുണ്ട്. കയ്യിൽ നമ്മൾ നേരത്തെ കണ്ട ചാക്കും വാണുണ്ട്. ആരും ആവേശം കാണിക്കരുത്. അവന്മാര് ജീവനോടെയാ വരുന്നത്. ജീവനോടെ തന്നെ അവന്മാരെ പിടിക്കണം. കള്ളനായ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാനാ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന്. മിണ്ടല്ലേട കള്ള. എന്താ പറഞ്ഞ? എന്താണ്?